കപ്പയൊക്കെ ഇടിച്ച് ജബ്ബാർക്ക് ഇടിച്ച് എല്ലാം പാത്രത്തിലൂടെ മാറ്റി വിളമ്പാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ വറുക്കാൻ മീൻ ഇട്ടിട്ടുണ്ട്, അയല ഇട്ടിട്ടുണ്ട്, മീൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും ബിജൻ ചേട്ടൻ അവിടെ പോയോ അമ്മ? ഇറച്ചി വെക്കണൊക്കെ അവിടെ. അപ്പൊ അങ്ങേത് അതിന്റെ ഇടയ്ക്ക് മുങ്ങിയതാണല്ലേ? എല്ലാം അവിടെ വെക്കണല്ലേ? ഇവിടുന്ന് വേവിച്ചു കൊടുത്തിട്ട് വിജയൻ ചേട്ടനെ വെക്കും. ഇവിടുന്ന് ഇറച്ചി വിഭവങ്ങളിലുള്ള ഇറച്ചി വിഭവങ്ങൾക്കുള്ള ഇറച്ചിയും ബാക്കി മസാലക്കൂട്ടും അരിഞ്ഞത് പച്ചക്കറികളും ഉരുളക്കിഴങ്ങും ബാക്കിയെല്ലാം അറിയുമല്ലോ, അതെല്ലാം അമ്മ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. ബാക്കി വിജയൻ ചേട്ടൻ അവിടെ പോയിട്ട് ബാക്കി കറികൾ വെക്കണം. ശരിക്കും നമ്മളിവിടെ മീനല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് അമ്മ? ഇറച്ചി. അപ്പൊ ഇതാണ് കണവത്തോരനുണ്ട്, മീൻ കറി, മീൻ വറുത്തത്, കണവത്തോരൻ, ഇറച്ചി വിഭവങ്ങള്. വേറെ കഴിക്കാൻ കപ്പയിലാണ്ട് എന്തൊക്കെയുള്ള? ഇടിയപ്പം, ചപ്പാത്തി, അപ്പം, പൊറോട്ട. പൊറോട്ട ഇല്ലട്ടോ ഇവിടെ, അത് പ്രതീക്ഷ ആരും വരണ്ട. പൊറോട്ട ഇല്ല, നല്ല നാടൻ എന്താ പറയുക ഇടിയപ്പം, നമ്മുടെ അരിയും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ മാത്രം കിട്ടത്തുള്ളു. അരിയും ഗോതമ്പ്. അപ്പൊ മീൻകറിക്കുള്ളത് കോരി വാരിയൊക്കെ. മീൻകറി അവിടെ മീൻകറിയുടെ ഗ്രേവി തിളക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. തിളച്ച് വറ്റാറാകുമ്പോ കഷ്ണം എന്തൊക്കെ ചേർത്താ അമ്മ അത് ഉണ്ടാക്കുന്നത്? മാങ്ങ മുരിക്ക. ആദ്യം തന്നെ നമ്മള് വെള്ളത്തില് തേങ്ങ അരച്ചെടുക്കും അല്ലേ? തേങ്ങ മാറ്റി മഞ്ഞള് പുളി എല്ലാം കൂടി ഇട്ട് അരച്ച് തേങ്ങ എടുക്കും. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഉലുവ മല്ലി എല്ലാം കൂടി ഇങ്ങനെ തിളപ്പിക്കും. തിളപ്പിച്ച ശേഷം അത് തിളച്ച് വറ്റാറാവുമ്പോഴത്തേക്കും നമ്മള് മീൻകറിക്ക് മീൻ നമ്മൾ കഴുകി വെച്ചല്ലോ ഇപ്പൊ, അതെടുത്ത് അങ്ങോട്ട് തട്ടും. പിന്നെ അതങ്ങ് എല്ലാം കൂടി പിടിച്ച് ഒരു രക്ഷയിലുണ്ടാവും അല്ലേ? ഇറച്ചിയില് ബീഫാണല്ലേ? ബീഫ് മാത്രമേ ഉള്ളൂ. ബീഫുണ്ട്, നമുക്ക് കറിയും റോസ്റ്റും ഫ്രൈയും അല്ലേ? ഇവിടെ തന്നെ എല്ലാം വെക്കും. അവിടെ തന്നെ വിജയൻ ചേട്ടൻ എല്ലാം വെക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ശരിക്കും ഇടിയൻ കാണിക്കാണ് പകുതിയോളം കോരി. ഇനി വീണ്ടും കപ്പ ഇടിക്കോ? വീണ്ടും ഇതേപോലെ ഒരു വിധം കൂടി. ഇത് ഇപ്പൊ ഉണ്ടാക്കിയ എല്ലാതും ഒന്നും ഞങ്ങൾ പോയിട്ട് രണ്ടാമത് തുടങ്ങും. മീൻ ഇങ്ങനെ വറുത്തോണ്ടിരിക്കും. അങ്ങോട്ട് പോകുമ്പോ നിറച്ചു പോകും, ഇങ്ങോട്ട് വരുമ്പോ കാര്യമായിട്ട് വരും. അല്ലെ, മീൻ ഇങ്ങനെ വറുത്തോണ്ടിരിക്കും. അതിന് വൈകുന്നേരം വരെ വറുക്കും. കരിമീന്റെ വേറൊരു ഇതായി. ഇനി വരയ്ക്കേണ്ട ചൂര ഇങ്ങനെ മാറി മാറി മസാല വരട്ടാം. മസാല വരട്ടാം. ഒന്ന് മസാല വരട്ടാം. ചൂര നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇതിനകത്ത് വറ്റൽമുളക് എന്തൊക്കെയാ? മീൻ പെരട്ടണ്ട മസാല, വറ്റൽമുളക്, ഉള്ളി, മഞ്ഞപ്പൊടി, പിന്നെ വേണമെങ്കിൽ ശാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർത്ത് ചൂരയാകുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയെല്ലാം ഉച്ചയെല്ലാം ഇട്ട് അരച്ചാണ് മുളകിൽ കൂടി എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കും. എല്ലാം കൂടി ഇട്ട് വറ്റൽമുളക്, ഉള്ളി, മഞ്ഞപ്പൊടി, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചരച്ച ആ രൂപത്തിലാകും. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞല്ലാണ്ട് എന്തൊക്കെയാ വൈകുന്നേരം കൊടുക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാ? വൈകുന്നേരം ഇതേപോലെ തന്നെ രാത്രി വരെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇടിയപ്പം പറഞ്ഞു, എന്താ അപ്പം, ചപ്പാത്തി ഇതൊക്കെ കൊടുക്കും. വൈകുന്നേരം രാത്രി വരെ നല്ല രീതിയിൽ തന്നെ ആവും. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാകണം. നമുക്ക് ബാക്കി കടയുടെ ഉള്ളിൽ ചെന്ന് കഴിപ്പും ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാല്ലേ. ബീഫ് വെച്ച് പണി തന്നു. അതെ, അല്ല അവിടെ നിന്ന് വേവിച്ച് വരും. വേവിച്ച് വരുമല്ലേ? അപ്പൊ അതിന് പെട്ടെന്ന് മസാലയൊക്കെ ആയിക്കഴിഞ്ഞു. നോക്കിയേ,
ബീഫ് റോസ്റ്റ് ആയിക്കഴിഞ്ഞു പണിയാണ് നമുക്ക് കാണിച്ചു തന്നില്ല. ശരിക്കും നമ്മൾ വന്നപ്പോ തന്നെ ആൾക്കാർ ഇവിടെ നിന്നുള്ളത് ആ ബീഫ് ബിരിയാണിയുടെ മണം. പക്ഷെ ബിരിയാണി ഇല്ല, ബീഫ് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്മെല്ല് കിട്ടി. അതാ പെട്ടെന്ന് നോക്കിയത്. 1 മണി തൊട്ടേ നമ്മളിവിടെ സെർവ് ചെയ്ത് തുടങ്ങുള്ളൂ അല്ലേ ഏട്ടാ? അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇത് ബീഫ് വെക്കും, പിന്നെ ബീഫുണ്ട്, പിന്നെ ചിക്കൻ തോരൻ ഉണ്ട്. ചിക്കൻ തോരൻ അതൊക്കെ അവിടെയാണ് വെക്കുന്നത് എന്നുണ്ട് അടുക്കളയിൽ ചിക്കൻ തോരൻ. അപ്പൊ അമ്മമ്മ പറഞ്ഞു ചിക്കൻ കറി വെക്കുന്നില്ല. ചിക്കൻ കറിയുണ്ട് തോരനുണ്ട്. ആ വില കൂടി പറഞ്ഞപ്പോ നിർത്തി വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി അമ്മ പറഞ്ഞു കണവത്തോരൻ, പുട്ടല്ല അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി. ദോശയല്ല അപ്പം ഇടിയപ്പം ചപ്പാത്തി മെയിനായിട്ട് കപ്പ മെയിൻ കപ്പ. ബാക്കി ഇങ്ങനത്തെ സൈഡ് ഐറ്റംസും ഒപ്പം നല്ല ബീഫ് കറിയും ബീഫും ചിക്കൻ തോരനും കണവത്തോരൻ. നമ്മുടെ ഇത് കൂന്തൽ. അപ്പൊ കൂന്തൽ തോരനൊക്കെ ആയിട്ട് ശരിക്കും പിടിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. രണ്ടാം സ്റ്റെപ്പ് ഇനി അവിടെ നിന്ന് വീണ്ടും തുടങ്ങും. തോരനൊക്കെ ഇനി അവിടെ തുടങ്ങും. ചിക്കൻ തോരൻ വെക്കണ്ടോ? ചിക്കൻ തോരൻ അവിടെ വെക്കും. അപ്പൊ ചിക്കൻ തോരൻ വെക്കുന്നുണ്ട്. അതിപ്പോ കഴിഞ്ഞ എന്തൊക്കെയാ വെക്കുന്നത്? ഇതിപ്പോ ബീഫും ചിക്കൻ കറിയും. കറി ഇപ്പൊ റെഡി ആയില്ല. കറി ഒന്നും ഉണ്ട്, റെഡിയാക്കിയില്ല. ഇനിയിപ്പോ പതുക്കെ റെഡി ആവത്തുള്ളൂ. അപ്പൊ ചേട്ടൻ എന്താ ഇനിയിപ്പോ ഇതിന്ന് മാറ്റി പിടിക്കാത്ത വേറെ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാത്തൊക്കെ? അല്ല ഇതാണ് നമ്മളുടെ പറ്റിയത്. ഇതാണ് നമ്മൾ പ്രത്യേകിച്ചാലും കുറച്ചുകൂടി വലിയ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ രീതിയിൽ കൊടുക്കാൻ. ഇതാണ് എല്ലാവരും പറഞ്ഞു. ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള കടകളിലെ എല്ലാ ആൾക്കാരും പറഞ്ഞു ആളെ കൂടി കഴിഞ്ഞാലേ നമ്മൾ അതിന്റെ വേറെ ബ്രാഞ്ച് ഇടും. ചിലർ വേറെ ബ്രാഞ്ച് ഇടും, വേറെ ഇതിടും. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന കട അതേപോലെ തന്നെ സൂക്ഷിക്കും. കാരണം അതിനകത്ത് ഗുണം പോവല്ലേ അല്ലേ? ആ ഗുണവും രുചിയും എല്ലാം അങ്ങ് മൊത്തം മാറിപ്പോയി. വലിയ രീതിയിൽ സെറ്റപ്പ് ഒക്കെ ആയി കഴിഞ്ഞു. ഇത് തന്നെ എല്ലാവരും ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് അവിടെ എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. ഇതാകുമ്പോൾ നമുക്ക് കൈക്ക് ഒതുങ്ങി ഉള്ളതുപോലെ അങ്ങ് പോകും. ശരിയാണ്. നമുക്ക് ആ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് ശരിക്കും അത് തന്നെ നല്ലത്. വലിയ പോഷാവാണ്ട് നന്നായിട്ട് പറ്റുകയും ചെയ്യുമല്ലോ. അപ്പൊ നമുക്കിപ്പോ 1 മണി ഇപ്പൊ നല്ല തിരക്കൊന്നും തുടങ്ങും. അപ്പൊ ആദ്യം നമ്മൾ കപ്പയുണ്ട്, മീന് വറുത്തത്, കറി, ബീഫ്. അത് സെറ്റ് ആയിട്ടാണ്. കപ്പ കറി ഫ്രൈ അതൊരു സെറ്റാണ്. എന്തൊക്കെയാ അത് സാധാ മീനായിരിക്കും. ഒന്ന് അയല അല്ലെങ്കിൽ ചൂര. സ്പെഷ്യൽ മീനായിട്ടാണെങ്കിൽ ഈ പറഞ്ഞാൽ വട്ടംകണ്ടിപ്പാറ, ആവോലി, നെമ്മീൻ, ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ പ്ലേറ്റ് കപ്പ, പിന്നെ അതിന്റെ ഒപ്പം കറി, ഒരു കറിയും മീൻ കറി, ഫ്രൈ. ഈ കറിയും ഫ്രൈ ഒരേ മീൻ തന്നെയായിരിക്കും? അല്ലല്ല, ഫ്രൈ വേറെ കറി വേറെ. അപ്പൊ ഇതൊരു സെറ്റ്. നമ്മൾ കറി വേറെ എക്സ്ട്രാ വാങ്ങിക്കുന്ന സ്കീമൊന്നും ഇവിടെ ഇല്ല. ഞാൻ കാണിച്ചു തരാം. അത് എടുക്കുമ്പോൾ കാണിച്ചു തരാം. എടുക്കണമല്ലോ. അപ്പൊ ഈ പറഞ്ഞ കപ്പയും സെറ്റ് ഒക്കെ ആയിട്ട് ഞാനിപ്പോ കഴിക്കാൻ പോവാണ്. ഇവിടെ നമ്മള് രാവിലെ വന്നപ്പോ തന്നെ വറവായോ കപ്പ ആൾക്കാർ വന്നിട്ടുണ്ട്. ശരിക്കും ഇത് രാവിലെ ഇല്ല, ഉച്ചയ്ക്കും വൈകുന്നേരം അല്ലേ? 8 മണി തൊട്ട് 8 മണി? ഉച്ചയ്ക്ക് 1 മണി സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ കാണും. പിന്നെ ചെറിയൊരു ബ്രേക്ക് 4 മണിയാകുമ്പോൾ. എത്ര നേരത്തേക്ക്? 1 മണിക്കൂർ, 5 മണിക്കൂർ. 4 തൊട്ട് 5 വരെ ബ്രേക്ക് ഉള്ളൂ. ശരിക്കും 1 മണി തൊട്ട് 8 മണി വരെ നമുക്ക് ഈ കടയിൽ കപ്പയും മീൻകറിയും പുട്ടും ഇടിയപ്പവും ഒപ്പോ എല്ലാം കൂടി അങ്ങനെ കാച്ചാം. നമുക്ക് എന്തായാലും കഴുപ്പിലോട്ട് കിടക്കാം. ഇതാണ് സെറ്റ്. അപ്പം നമുക്ക് കൊടുക്കാതെ. അപ്പം ഇതാണത് ഒരു സെറ്റാണിത്. ഇവിടുത്തെ കഴിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇവിടുത്തെ അഭിപ്രായം ജസ്റ്റ് ചോദിച്ചേക്കാം. ചേട്ടാ നമസ്കാരം. പേരെന്നാ? ജിജിനല്ലേ? അപ്പോൾ ഇത് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ടോ? ഇത് 3 years ആയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് വന്ന് കഴിക്കുന്നത്? എന്നും വരാറുണ്ടോ? വീക്കിലി 2-3 ദിവസം ജിജിൻ ചേട്ടൻ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യാണ്? കിർലോസ്കറിലാണ്, പംസിലാണ് ചേട്ടൻ. അപ്പോൾ ഇവിടെ വന്ന് ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും കഴിച്ചിരിക്കുമല്ലേ? ശരിയാ, കഴിക്കട്ടെ. കപ്പയെന്ന് ശരിക്കും നല്ല ചൂടിൻ്റെ പുകയൊക്കെ ഇങ്ങനെ, പുകയെന്ന് പറയാൻ പറ്റില്ല, ആവി പറക്കല ശരിക്കും കാണും. ഒരു രക്ഷയില്ല മോനെ. മീൻ വർദ്ധനം മണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിജയൻ ചേട്ടാ ഞാൻ തുടങ്ങിക്കോട്ടെ? അത് നമ്മളെ ശരിക്കും കേരളത്തിലെ ശരിക്കും നാടൻ ഫുഡല്ലേ കപ്പയും മീൻകറിയും. കപ്പയും മീൻകറിയും വറവും ആ ചമ്മന്തി എന്ന് പറഞ്ഞാൽ മുളകൊക്കെ കൂടി ചേർത്ത് ഇതൊക്കെ വന്ന് കഴിച്ച് ആസ്വദിക്കണം. നല്ല ടേസ്റ്റ് അല്ലേ ശരിക്കും. നമ്മൾ ഈ കട ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MG റോഡിൽ നിന്ന് ശ്രീകണ്ഠേശ്വരം
പോകുന്ന വഴിക്ക് എന്താ പറയുക, നമ്മുടെ വിറകുപുര കോട്ട ജംഗ്ഷനിൽ കണ്ണൻ ഫാസ്റ്റ് ഫുഡിലാണ് നമ്മളെ ഈ രുചികരമായ എന്താ പറയുക നല്ല രുചിയുള്ള കപ്പയും മീൻകറി എല്ലാം കിട്ടുന്നത്. എന്തായാലും വന്നം ട്രൈ ചെയ്യണം. അപ്പോൾ തന്നെ മനസ്സിലാണല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് വിജയൻ ചേട്ടനോട് താങ്ക്സ് പറഞ്ഞിട്ട് പോവാം. ഇതിനേടാ വളരെ താങ്ക്സ്. നല്ല കപ്പയും ഇറച്ചിയും ഫ്രൈയും കറിയും എല്ലാം കൂടി തന്ന് കൊതി എന്നോട് പിടിച്ചിരുത്തിയൊക്കെ ശരിക്കും. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും സിംപ്ലി നാടൻ ഫുഡ് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ.